സാധാരണ ഞാൻ സുഹൃത്തുക്കളെ വിളിച്ചിട്ടാണ് ഞാൻ തുടങ്ങാറ്. പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം സുഹൃത്തുക്കൾ ആരും കാണുന്നില്ല. സുഹൃത്തുക്കളെല്ലാം ശത്രുക്കളായി മാറിയതുകൊണ്ട് ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. എനിവേ, പലരുടെയും ചിന്ത ഈ കോക്രോച്ച് ജനതാ പാർട്ടി വന്നിട്ട് ഈ ഭാരതത്തെ അപ്പാടെ അങ്ങ് വിഴുങ്ങിക്കളയും എന്നുള്ള ചിന്തയാണ് പലർക്കും. പല ചർച്ചകളും അതുപോലെ തന്നെ ഈ ഓൺലൈൻ സ്പേസിലുള്ള പല ഡിസ്കഷൻസും ഒക്കെ കാണുമ്പോൾ തോന്നും ഏതാണ്ട് ഇന്ത്യയെ ഈ കോക്രോച്ച് പാർട്ടി അങ്ങ് വിഴുങ്ങിക്കളയും. അതോടുകൂടി ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ സൗകര്യമനുസരിച്ച് അവരുടെ സ്വപ്നത്തിലുള്ള രീതിയിൽ ഇനി ഒരു പുതിയൊരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാനായിട്ട് ഈ പാർട്ടികൾക്ക് സാധിക്കും എന്നുള്ള പ്രതീക്ഷ പലർക്കും ഉണ്ടെന്ന് തോന്നുന്നു. ഈ രാജ്യത്തെ സംബന്ധിച്ച് പലവിധ വെല്ലുവിളികളും ഈ രാജ്യം നേരിട്ടിട്ടുണ്ട്. കോൺഗ്രസ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചില്ലേ ഇന്ത്യയിൽ? എന്നിട്ട് ഈ രാജ്യം അതിജീവിച്ചില്ലേ? അതുപോലെ ഈ ഇന്ത്യയോട് വെറുപ്പുള്ള ഏത് രീതിയിലും ഇന്ത്യയെ നശിപ്പിക്കണം എന്ന് പ്രതിജ്ഞ ചെയ്ത് നടക്കുന്ന തീവ്രവാദികൾ, അത് പാകിസ്ഥാനിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും എല്ലാം ഉള്ള തീവ്രവാദികൾ ഇന്ത്യയെ ആക്രമിക്കാൻ എത്രയോ ആക്രമണങ്ങൾ നടത്തി. എന്നിട്ട് ഇന്ത്യ അതിനെ സർവൈവ് ചെയ്തില്ലേ? അല്ലെങ്കിൽ ഈ രാജ്യം പിടിച്ചു നിന്നില്ലേ? രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഉള്ള ഇന്ത്യയെ തകർക്കാനുള്ള പലവിധ ശ്രമങ്ങളും പലരും നടത്തുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ രാജ്യം അതിനു മുമ്പിലും പിടിച്ചു നിന്നു. പക്ഷേ ഇനി ഇന്ത്യയല്ല ഇവരുടെ ലക്ഷ്യം, BJP ആണെന്ന് തന്നെ കരുതിക്കോളൂ. ഇതിന്റെ പേര് തന്നെ, ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പേരിട്ടത് തന്നെ ഈ BJP എന്നുള്ള ആ പാർട്ടിയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് പ്രധാനമായിട്ട്, കാരണം അവരാണല്ലോ അധികാരത്തിലിരിക്കുന്നത്, അതിന്റെ ലക്ഷ്യമാണെന്ന് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ പാർട്ടികൾ കൂട്ടമായിട്ട് വന്നിട്ട് അല്ലെങ്കിൽ കൂറകൾ കൂട്ടമായിട്ട് വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ BJP അധികാരം വിട്ടോടുവോ? അല്ലെങ്കിൽ BJPയെ പുറത്താക്കാൻ സാധിക്കുമോ? നരേന്ദ്രമോദി അട്ടിമറിക്കാൻ സാധിക്കുമോ? BJPയോ അല്ലെങ്കിൽ ഈ രാജ്യത്തെയോ തൊടാനായിട്ട് ഈ കൂറകൾക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ജനങ്ങളാണ് വോട്ട് ചെയ്ത് BJP അധികാരത്തിൽ കയറ്റിയത്. ഇനി ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല, EVM അട്ടിമറിച്ചിട്ടാണ് അല്ലെങ്കിൽ SIR അട്ടിമറിച്ചിട്ടാണ് അധികാരത്തിൽ വന്നതെന്നുള്ള നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പഴംപുരാണം അത് വിശ്വസിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ രാഹുൽ ഗാന്ധി എവിടെ? ഈ EVM അട്ടിമറി, SIR അട്ടിമറി എന്നൊക്കെ പറഞ്ഞ് ഗോഗോ വിളിച്ച് നടന്നിരുന്ന ഈ രാഹുൽ ഗാന്ധി ഇപ്പൊ ഈ CJPയെ കുറിച്ച് അല്ലെങ്കിൽ ഈ പാർട്ടികളുടെ വിപ്ലവത്തെക്കുറിച്ച് ഒരക്ഷരം മൂപ്പര് മിണ്ടിയിട്ടുണ്ടോ? ഈ SIR അട്ടിമറിയുടെ കാര്യമെല്ലാം ദാ ഇപ്പോ കേരളത്തിലെ സ്ഥിതി കണ്ടില്ലേ? ഈ EVMും SIRും എല്ലാം അട്ടിമറിച്ചു എന്ന് ഇത്രയും കാലം ഇവർ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന കേരളത്തിലെ തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്ന ആളെ തന്നെ പിടിച്ച് നമ്മുടെ VD സതീശന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളായിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുത്തു. അപ്പൊ ഈ SIRും EVMും അട്ടിമറിച്ചിട്ടാണ് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതെന്നുള്ളതാണ് ഇപ്പൊ CPMന്റെ ആക്ഷേപം. ഇത്രയും കാലം CPM രാഹുൽ ഗാന്ധി EVMനെ കുറിച്ച് നിലവിളിച്ചുകൊണ്ടിരുന്നപ്പോൾ CPM ഒന്നും മിണ്ടാറില്ല, നിഷ്പക്ഷരായിരുന്നു. ഇപ്പൊ CPM പറയുന്നു കേരളത്തിൽ EVM അട്ടിമറിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് EVM അട്ടിമറി എന്നൊക്കെ പറയുന്നത് വെറുതെ അവരവരുടെ പരാജയങ്ങളെ മറച്ചു വെക്കാൻ വേണ്ടി കോൺഗ്രസും CPMും ബാക്കിയുള്ള പ്രതിപക്ഷം എല്ലാം ഇടയ്ക്കിടയ്ക്കെടുത്ത് ഉപയോഗിക്കുന്ന ആയുധമാണെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം ഇതാ. ഇത്രയും കാലം CPMനോ EVM അട്ടിമറിയെ കുറിച്ച് പരാതി ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോ EVM അട്ടിമറിയെ കുറിച്ച് പരാതിയായി. അപ്പോ ഞാൻ സംസാരിച്ചു വന്ന വിഷയം ഇതല്ല. നമ്മുടെ ഈ CJPയെ കുറിച്ച് എന്താണ് രാഹുൽ ഗാന്ധി ഒന്നും മൊഴിയാത്തത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് മോദി വിരുദ്ധ പ്രസ്ഥാനം അല്ലെങ്കിൽ ഏത് മൂവ്മെന്റ്, ഇന്ത്യ വിരുദ്ധ പ്രസ്ഥാനമോ മോദി വിരുദ്ധ പ്രസ്ഥാനമോ BJP വിരുദ്ധ പ്രസ്ഥാനമോ വന്നു കഴിഞ്ഞാൽ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള എന്തെങ്കിലും ഒരു പഴുത് കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ആയിരിക്കും അതിന് മുന്നിൽ നിൽക്കുന്നത്. ഏതുവിധ സമരങ്ങളും നിങ്ങൾ നോക്കിക്കോളൂ, അതങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും വിവാദം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ആയിരിക്കും അതിന് മുന്നിൽ. ഇപ്പൊ BBC ഡോക്യുമെന്ററി നരേന്ദ്രമോദിയെ കുറിച്ച് വന്നു. ആരാ ഒപ്പിപ്പിച്ചുകൊണ്ട് എപ്സ്റ്റീൻ ഫയൽസ്. ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് നരേന്ദ്രമോദിയെയും ഈ സർക്കാരിനെ ആരാണ്? കോൺഗ്രസ് ആണ്. CAA വിരുദ്ധ സമരങ്ങൾ നടന്നു, EVM സമരങ്ങൾ, അതുപോലെ കർഷക സമരങ്ങൾ, ഏത് സമരവും നോക്കിക്കോളൂ കോൺഗ്രസ് ആയിരിക്കും ഇതിന്റെ എല്ലാം ചിയർ ലീഡേഴ്സ്. പക്ഷെ ഈ CJP വന്നു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മിണ്ടാതിരിക്കുന്നത്? ഇതിന് പ്രധാനമായിട്ടും കോൺഗ്രസിന്റെ ഈ കള്ളക്കളിയുടെ പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട്. അത് ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CJPക്ക് ഇത്ര വലിയ ട്രാക്ഷൻ കിട്ടാൻ കാരണം എന്താ? പ്രതിപക്ഷത്തിന്റെ പരാജയമാണ്, പ്രതിപക്ഷ നേതാവിന്റെ പരാജയമാണ്, കോൺഗ്രസിന്റെ പരാജയമാണ്. ചേട്ടാ, ഈ പ്രസ് കോൺഫറൻസ് മാത്രം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കൈ പോക്കറ്റിനകത്ത് തിരികെ കയറ്റിയിട്ട് കുറെ കടലാസൊക്കെ എടുത്ത് കാണിച്ച് എത്ര നാൾ നിങ്ങൾക്ക് ആളുകളെ വിഡ്ഢികളാക്കാൻ സാധിക്കും? ഈ പ്രസ് കോൺഫറൻസ് മാത്രം നടത്തി കഴിഞ്ഞ ഒരു രാജ്യം, ഒരു പ്രതിപക്ഷത്തിന്റെ ധർമ്മം പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി ചായ കുടിച്ച് കിടന്നുറങ്ങുക എന്നുള്ളതാണോ? ഈ CJP എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ അതേ സംഭവമാണ്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന മൂവ്മെന്റ് ഇന്ത്യ വിരുദ്ധമാണ്. ഏറ്റവും കൂടുതൽ ഇതിന്റെ പിന്തുണക്കാരുള്ളത് പാകിസ്ഥാനിലാണ്, അല്ലെങ്കിൽ മറ്റ് ഇന്ത്യ വിരുദ്ധ രാജ്യങ്ങളിലാണ്. അമേരിക്കയിൽ നിന്നുള്ള ഫണ്ടിങ്, ഇയാൾ അമേരിക്കയിലാണുള്ളത്. ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷെ എന്റെ ചോദ്യം, ഇങ്ങനെ ഒരു വികാരം ഉണർത്താനായിട്ട് അല്ലെങ്കിൽ ഇത്രമാത്രം ട്രാക്ഷൻ കിട്ടാൻ പാകത്തിന് ഈ മൂവ്മെന്റ് ഉയരാൻ കാരണം എന്താ? അവർക്ക് ഒരു പ്രതിപക്ഷ സ്പേസ് കിട്ടി എന്നുള്ളത് കൊണ്ടാണ്. ഈ സ്പേസ് കൊടുത്തത് ഗതികെട്ട അല്ലെങ്കിൽ ദുർബലമായ ഒരു പ്രതിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു ഓൺലൈൻ സ്പേസ് കിട്ടിയത്. ഈ രാജ്യത്തെ പ്രതിപക്ഷം മിടുക്കന്മാരായിരുന്നുണ്ടെങ്കിൽ ആളുകൾ ഈ പാറ്റകളുടെ പുറകെ പോകേണ്ട കാര്യമുണ്ട്. അതായത്
പാറ്റകളെക്കാൾ വീക്കായിട്ടുള്ള പാറ്റകൾ എത്രമാത്രം ദുർബലരാണെന്ന് നമുക്കറിയാം. ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ചത്തുപോകും. അതിനേക്കാൾ ദുർബലനായിട്ടുള്ള ഒരു നേതാവാണ് ഈ പ്രതിപക്ഷത്തിന്റെ നേതാവ് എന്നുള്ളത് അടിവരയിടുന്ന കാര്യമാണ്. ജനങ്ങൾ ഈ പ്രതിപക്ഷ നേതാവിനെ രാഹുൽജിയെ വിട്ടിട്ട് പാറ്റകളുടെ പുറകെ പോയതിന്റെ കാര്യം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. എന്നോടുള്ള വെറുപ്പല്ല നിങ്ങൾ അങ്ങ് മാറ്റി വെച്ചിട്ട് വെറുതെ ഈ തലച്ചോറ് ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിക്കൂ. പാറ്റകളെക്കാൾ ദുർബലനായ ഒരു നേതാവ് പ്രതിപക്ഷത്തുള്ളത് കൊണ്ടാണ് ജനങ്ങൾ ഇപ്പൊ പാറ്റകളുടെ പുറകെ ഈ നേതാവ് വേണ്ട, പാറ്റകളാണ് ഇനി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും ഫാഷിസ്റ്റ് വിരുദ്ധതയും കൊണ്ടുവരാൻ പോകുന്നതെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ കോൺഗ്രസിന്റെ നേതാവ് ഉടൻ തന്നെ രാജിവെച്ച് പോകണം. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അങ്ങനെ കൊണ്ട് കാൽക്കാശിന് കൊള്ളില്ലെന്ന്. അതാണ് ഒന്നാമത്തെ കാര്യം. കോൺഗ്രസിന്റെ തന്നെ പരാജയമാണ് ഈ പാറ്റകളുടെ വിജയം എന്ന് മനസ്സിലാക്കി രാഹുൽജിയുടെ ഇമേജ് തന്നെ ഇതോടുകൂടി പൊളിയും എന്ന് കണ്ടതുകൊണ്ടാണ് ഈ പാറ്റകളെ പിന്തുണയ്ക്കാനായിട്ട് കോൺഗ്രസ് പോവാത്തത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാരണം എന്താണ്? കോൺഗ്രസിന് അവരുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു പോകും. ഈ പാറ്റകളെ പിന്തുണച്ചു കഴിഞ്ഞാൽ പാറ്റകൾ വന്ന് രാഹുൽജിയും കോൺഗ്രസിനെയും ഒരുപോലെ വിഴുങ്ങിക്കളയും. ജനങ്ങൾക്ക് പിന്നെ രാഹുൽ ഗാന്ധിയെ വഴിവെച്ച് കണ്ടു കഴിഞ്ഞാലും അങ്ങനെ ആവശ്യമില്ല എന്നുള്ള സ്ഥിതിയിൽ വരും. അത് തങ്ങളായിട്ട് പിന്തുണച്ച് വെറുതെ അബദ്ധം അല്ലെങ്കിൽ വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളിൽ വയ്ക്കണ്ട എന്ന് കണ്ടിട്ട് തന്നെയാണ് കോൺഗ്രസ് മിണ്ടാത്തത്. അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ BJPയോ ഇനിയിപ്പോ എന്തിനാണ് ഈ ഭാരതത്തിന്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ ഭാരതത്തിന്റെ അഖണ്ഡതയോ അതിനെ തന്നെ പണയം വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല. മോദിയോ BJPയോ അടിച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് അവരെ താഴെ ഇറക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഊതി വെറുപ്പിച്ചൊരു പ്രശ്നമാക്കുന്ന കോൺഗ്രസ് ഇതിനെ കണ്ടില്ലെന്ന് വയ്ക്കുന്നതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. ഇന്നലെ നമ്മുടെ ഡോക്ടർ ശശി തരൂർ ഒരു അങ്ങേരെ പോലെ വിവരമുള്ള ഒരു മനുഷ്യൻ പറയാൻ പാടില്ലാത്ത അങ്ങേയറ്റം ഡം ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങേയറ്റം മണ്ടത്തര ആയിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. ഈ അവസരം പ്രതിപക്ഷം മുതലാക്കണമെന്ന്. അത് ഈ CJP ഇപ്പോൾ ഉണ്ടാക്കി വിട്ടിട്ടുള്ള ഈ ഒരു കൊടുങ്കാറ്റുണ്ടല്ലോ, ഈ ഒരു കൊടുങ്കാറ്റിനെ പ്രതിപക്ഷം ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞു അങ്ങനെ ഉപയോഗിക്കാൻ പ്രതിപക്ഷം പോയി കഴിഞ്ഞാൽ ആ പ്രതിപക്ഷത്തെ കൂടി ഈ കൊടുങ്കാറ്റ് വിഴുങ്ങും എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ശശി തരൂർ പറഞ്ഞത് കോൺഗ്രസിന്റെ തന്നെ നാശം ക്ഷണിച്ചു വരുത്തുന്ന ഒരു പരിപാടിയായിരിക്കും. എനിവേ, ഇപ്പൊ പ്രതിപക്ഷം മിണ്ടാതിരിക്കുന്നു. പ്രധാനമായിട്ടും കോൺഗ്രസും മിണ്ടുന്നില്ല, പ്രതിപക്ഷവും മിണ്ടുന്നില്ല. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്. നിങ്ങൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? നിങ്ങൾ തന്നെയാണോ ഈ പറയുന്നതെന്ന്. കാലം അതിനുള്ള മറുപടി, എന്റെ മാറ്റം എന്തുകൊണ്ടാണെന്നുള്ളതിനുള്ള മറുപടി കാലം നിങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഞാനായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വെറുതെ കണ്ണും കാതും തുറന്നിരുന്നോളൂ. അപ്പൊ എന്തുകൊണ്ട് വിനോദ് നായർ മാറി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കാലം തന്നെ തന്നുകൊണ്ടിരിക്കും. ഈ വ്യാജ വാർത്തകൾ കൊണ്ട് ഒരു ധ്രുവരാഠി ഇറക്കിയിട്ടും ഒന്നും എത്ര കാലമാണെന്ന് പറഞ്ഞിട്ടാണ് പ്രതിപക്ഷം ഇങ്ങനെ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ധ്രുവരാഠിയുടെ വീഡിയോസ് മാത്രം ഇട്ടിട്ട് കഴിവില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ എത്ര കാലം ഈ രാജ്യവിരുദ്ധ ശക്തികളെ പിന്തുണച്ച് ഈ രാജ്യത്തെ ദുർബലമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും? സ്വന്തം പരാജയങ്ങളെ മറച്ചു വയ്ക്കാനായിട്ട് ED പിടിച്ചു, അതുകൊണ്ടാണ് ബിനോയ് നായർ മാറിയത്. അല്ലെങ്കിൽ അയാളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി അങ്ങനെ മാറി, കാശ് കൊടുത്തു മാറി എന്നൊക്കെ പറഞ്ഞ് സ്വന്തം പരാജയങ്ങളെ മറച്ചു വയ്ക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥ കാരണം നിങ്ങൾക്ക് കാലം തന്നെ മനസ്സിലാക്കി തരുന്നു പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, ഇനിയും പലരും മാറും എന്നുകൂടി നിങ്ങൾ ഓർത്തോളൂ. താങ്ക് യു. ജയ് ഹിന്ദ്.